നല്ല തിക് ഗ്രേവിയുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും ഒട്ടുമിക്ക ആളുകളും തന്നെ. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ആന്ധ്ര ചിക്കൻ. വളരെ എളുപ്പത്തിന് ഈ ആന്ധ്ര ചിക്കൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ ആന്ധ്ര ചിക്കൻ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കായി ഇന്ന് ഇത് പരിചയപ്പെടുത്തുന്നു തസീന. ആന്ധ്ര ചിക്കൻ തയ്യാറാക്കാനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കറുത്ത കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, 3 ചുവന്ന മുളക്, കറിവേപ്പില ആവശ്യത്തിന്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സവോള ചെറുതായി അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത് 1, മല്ലിയില, എണ്ണ, 300 ഗ്രാം ചിക്കൻ, ഉപ്പ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, മുളക് പൊടി, ജീരകം എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക. അതിൽ എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റും ചേർക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കണം. മസാല നന്നായി പാകമായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല ചിക്കനിൽ പിടിക്കുന്നതുവരെ ഇത് ഇളക്കിയെടുക്കണം. മീഡിയം ചൂടിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇത് പാകം ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഒരു 15 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും ഒരു 8-10 മിനിറ്റ് പാകം ചെയ്യാം. ചിക്കൻ വേവുന്നത് വരെ പാകം ചെയ്യണം. നന്നായി വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നല്ല പാകമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് വിളമ്പാവുന്നതാണ്. നമ്മുടെ ആന്ധ്ര ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണിത്. ഇഷ്ടമുള്ളവയോടൊപ്പം ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു ആന്ധ്ര ചിക്കൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.